ആ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ പേരിലുള്ള പള്ളിയുണ്ട്. ഒരുപാട് പള്ളികൾ ഇന്ന് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചില പള്ളികൾ ഞാൻ ആദ്യം പറഞ്ഞ പരമ്പരയിലെ പള്ളികളൊക്കെ ഇന്ന് ചെന്നാൽ കാണാവുന്നതാണ്. ചില പള്ളികളിലൊക്കെ നിസ്കരിക്കാൻ സൗകര്യമുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് ഷഹീദായ സ്ഥലത്തൊരു പള്ളിയുണ്ട്. മസ്ജിദുൻ സഗീറുൻ ഫി الطريق إلى جبل أحد وهو الموضع الذي كسرت فيه ثنايا النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് ഷഹീദായ സ്ഥലത്തുള്ള പള്ളിയാണ്. സമീപകാലം വരെ അതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴതിന്റെ കൃത്യത പറയാൻ എനിക്കറിയുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് നിസ്കരിക്കുകയും ഇരിക്കുകയും ചെയ്ത സ്ഥലമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലഹും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല ലക്കും ഇൻശുദൂ ഫൻശുദൂ യർഫഇല്ലാഹു الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. എന്ന സൂറത്തുൽ മുജാദിലയിലെ 11ാമത്തെ സൂക്തമിറങ്ങിയ സ്ഥലമാണ്. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹറും അസ്റും നിസ്കരിച്ചു ഉഹദ് യുദ്ധത്തിന്റെ അന്ന്. ആ സ്ഥലം കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാപകമായി സന്ദർശിക്കാൻ സൗകര്യമുള്ള സ്ഥലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് 2 റക്അത്ത് ഖിബലക്ക് അഭിമുഖമായും 2 റക്അത്ത് അന്നത്തെ ഖിബലയായിരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കും നിസ്കരിച്ച സ്ഥലമുണ്ട്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന 2 ഖിബലയിലേക്ക് നിസ്കരിച്ച സ്ഥലം അതാണ് മസ്ജിദുൽ ഖിബലതൈൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖുബാ. അത് തഖ്വയുടെ പള്ളിയാണെന്നതിൽ തർക്കമില്ല. ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട പരിശുദ്ധമായ പള്ളിയാണ്. ആരെങ്കിലും ഒരാൾ ശനിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് ഒളു എടുത്തിറങ്ങിയിട്ട് മസ്ജിദ് ഖുബായിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലിയാണ്. അത്രയും പുണ്യമുള്ള സ്ഥലമാണ് ഖുബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകാറുണ്ട്. പിൻഗാമികളായ ആളുകളും അങ്ങനെ. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം മസ്ജിദുൻ നബവിയുടെ അടുക്കൽ നിന്ന്, വീടുകളിൽ നിന്ന്, റൂമുകളിൽ നിന്ന് മസ്ജിദ് ഖുബായിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിച്ചാൽ വളരെ പ്രതിഫലമുള്ള സ്ഥലമാണ്. ഇനിയും നിരവധി പള്ളികളുണ്ട്. മസ്ജിദുൽ ബഖീ', മസ്ജിദ് ഉബയ്യ് ഇബ്നു കഅബ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ച ഖുബാ പള്ളിയുടെ ചാരത്ത് വേറൊരു പള്ളിയുണ്ട്. പോകുന്ന വഴിയിൽ, ഈ ഗ്രന്ഥകാരന്റെ അഭിപ്രായത്തിൽ പോകുന്ന വഴിയിൽ ഇടത് സൈഡിലുള്ള ചെറിയ പള്ളിയാണ്. ആ പള്ളിയാണ് മസ്ജിദു ബനാതി ബനിൻ നജ്ജാർ. നഹ്നു ബനാതും മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. ഞങ്ങൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. ബനാതു ബനിൻ നജ്ജാർ, ബനു നജ്ജാർ ഗോത്രത്തിലെ ഓമന മക്കള് കോമളമായ പാട്ടുകൾ പാടിയിട്ടാണ് ത്വാലഅൽ ബദ്റു ചൊല്ലിയിട്ട് മദീനയിലേക്ക് സ്വീകരിച്ചു. ആ സ്വീകരണമേറ്റ് വാങ്ങിയ മഹതികളായ കുട്ടികളുടെ പേരിലുള്ള പള്ളിയാണ്. മൗലിദ് ചൊല്ലിയ കുട്ടികളുടെ പേരിലുള്ള പള്ളിയാണ് മസ്ജിദു ബനാതി ബനിൻ നജ്ജാർ. ഖുബായിലേക്ക് വരുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയും ഒറ്റപ്പെട്ട സമയങ്ങളിൽ നിസ്കരിക്കുകയും ചെയ്തതായി താരീഖ് മആലിമിൽ കാണുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പള്ളികളാണ്. മദീനയിൽ ചെന്നാൽ മുഴുവനും കാണാനും അനുഭവിക്കാനുമുള്ളതാണ്. എന്നാൽ അറിയുമോ, മദീനയിലെ മണ്ണിന് എത്ര വലിയ മഹത്വമാണ്. ഫഅനി സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തകൽ ഇൻസാനു ശൈഅ മിൻഹു ഔ കാനത് ബി ഖുർഹത്തുൻ ഔ ജുർഹൻ ഖാല النبي صلى الله عليه وسلم بإصبعه هكذا
വവളഅ സുഫിയാനു സബ്ബാബതഹു ബിൽ-അർളി സുമ്മ റഫഅഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും മുറിവോ ചതവോ രോഗങ്ങളോ ഉള്ളവരായി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ചൂണ്ടുവിരലങ്ങ് മണ്ണിലേക്ക് വെക്കും. സുഫിയാൻ റളിയല്ലാഹു അൻഹു അത് കാണിച്ചു തരികയാണ്. എന്നിട്ട് പറയുന്നു, ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖതി ബാലിനാ യുശ്വാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. ഞങ്ങളുടെ ഭൂമിയിലെ ഈ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട്, തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് രോഗികളെ ശിഫയാക്കണേ ബിഇദ്നി റബ്ബിനാ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ തുപ്പുനീരിലും ഈ മണൽത്തരിയിലും ശമനമുണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശമനത്തിന് വേണ്ടി നിർണയിച്ച മണ്ണാണ് മദീനയിലെ മണ്ണ്. ഇസ്ഹാഖ് മെം പോഷീദഹ ഗോഹറനായാബ്. ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിധികുംഭങ്ങളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ പാദസ്പർശമേറ്റ മണ്ണാണ്. ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തുകയാണ്, മല്ലന്നു ബിഅത്യബി തുർബത്തിൻ അലാ വജ്ഹിൽ അർളി വബറകിഹാ. നീ എന്താ മോനെ വിചാരിക്കുന്നത്? ഏറ്റവും ബറക്കത്തുള്ള ഏറ്റവും നല്ല മണ്ണിനെ കുറിച്ച് നിന്റെ വിചാരം എന്താണ്? വഖദ് ഖാലത തരീഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ല മനോഹരമായ മദീനയുടെ മണ്ണ് അത് തന്നെ പവിത്രതയുള്ളതാണ്, പരിശുദ്ധമാണ്. അതിനോടൊപ്പം ഇനി ഹബീബിന്റെ തുപ്പുനീരും കൂടെ കൂട്ടിയാലോ, വഖാറനത റുഖിയതുഹു ബിസ്മി റബ്ബിഹി. അപ്പൊ തന്നെ മദീനയുടെ മണ്ണായപ്പോൾ തന്നെ ഒരു ഡോസായി. ഹബീബിന്റെ തുപ്പുനീരും കൂടെ അതിൽ ചേർന്നപ്പോൾ ഡബിൾ ഡോസായി. ബിസ്മില്ലാഹി എന്ന അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഹബീബ് മന്ത്രിച്ചപ്പോൾ അത് ട്രിപ്പിൾ ഡോസായി മാറി. അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥനയുമായാൽ പിന്നെ അതിന് ശമനമില്ലാതിരിക്കുമോ എന്ന് ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാമു ദാരിൽ ഹിജ്റ 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയിട്ട് ഒരു പ്രാവശ്യം പോലും വുളൂ ഇല്ലാതെ ഒരു ഹദീസും പറയാത്ത ആദരവിന്റെ അതുല്യോദാഹരണമായ മാലിക് ഇമാം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മൻ ഖാല തുർബത്തുൽ മദീനത്തി റദീഅ, ആരെങ്കിലും ഒരാൾ മദീനത്തെ മണ്ണ് മോശമാണ്, മദീനത്തെ മണ്ണ് ചളിയാണ്, മദീനത്തെ മണ്ണ് ശരിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവനെ 30 അടിയടിക്കണം. വഅമറ ബിഹബ്സിഹി, അവനെ ജയിലിൽ അടയ്ക്കുകയും വേണം. ഇതിന് സമാനമായി 300 അടി അടിക്കണമെന്ന് പറഞ്ഞ ഫത്വകൾ എന്റെ മദീനയിലേക്ക് മടങ്ങാമെന്ന സംസാരത്തിലുണ്ട്, മദീന വിശ്വാസിയുടെ സങ്കേതമെന്ന പ്രസംഗത്തിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അപ്പം മദീനത്തെ മണ്ണിനെ പോലും ഒന്ന് നിസ്സാരപ്പെടുത്തി പറയാൻ അവകാശമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ലോകത്തിന്റെ നേതാവിന്റെ വിശുദ്ധ കേശമോ ഹബീബിനെ തന്നെയോ ഹബീബ് ജനിച്ച മാസത്തെയോ അല്പമൊന്ന് നിസാരപ്പെടുത്തുന്ന വിചാരം വന്നുപോയാൽ അവരെ എത്ര കൊല്ലമാണ് ജയിലിലടക്കേണ്ടത്, എത്ര മർദ്ദനമാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കോടതി നമ്മുടെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് നടപ്പാക്കാൻ നമുക്ക് അധികാരമില്ല. ചെറിയ വിഷയമാണെന്ന് മനസ്സിലാക്കി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ മണ്ണ് ഹബീബ് കിടക്കുന്ന സ്ഥലത്തെ മണ്ണ് വേണമെന്നില്ല. മദീനയുടെ പ്രവിശ്യയിൽ എവിടെയെങ്കിലുമുള്ള മണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നിസാര പ്രയോഗം വന്നാൽ
അവനും ശിക്ഷാർഹനാണെന്നാണ് ഇമാമിങ്ങളുടെ ഫത്വയെങ്കിൽ ആ മദീനയുടെ പവിത്രത എത്ര വലുതാണോ, എത്ര ഉന്നതിയിലാണ് ഹബീബേ അവിടുന്നുള്ളത്. സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, सबसे ऊंचा व ऊंचा हमारा नबी, दोनों आलम के दूल्हा हमारा नबी. എത്രയോ ഉന്നതങ്ങളിലാണ് ഹബീബിന്റെ സ്ഥാനമുള്ളത്. അവിടുത്തെ ചെരുപ്പ് കിട്ടിയവർ കിസ്റായുടെ സിംഹാസനം കിട്ടിയവരെക്കാൾ വലിയ ഭാഗ്യവാന്മാരാണ്. അവിടുത്തെ വഴിയിലെ ഒരു മണൽത്തരിയെ കിട്ടിയവരോ അവരവിടുന്ന് റോമാ ചക്രവർത്തിയുടെ കിരീടം കിട്ടിയവരെക്കാൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഇബ്നു ഹിഷാമിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. അത്രയും മഹോന്നതമായ സ്ഥാനമാനങ്ങളുടെ ഉടമയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, ഹബീബേ ഖുദാ വറൂഹി ഫിദാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ മണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. വമതാ അഫൂസു ബിനദ്റത്തിൻ യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി. നാഖീദുൽ ളിയാ എന്ന കാവ്യ സമാഹാരത്തിൽ പറയുകയാണ്, മതാ അഫൂസു ബിനദ്റത്തിൻ യാ സയ്യിദി, എന്റെ സയ്യിദായ നേതാവായ നബിയെ എപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റുക. വമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി, എപ്പോഴാണ് മദീനയിലെ മണ്ണെടുത്തിട്ട് എന്റെ കണ്ണിലൊന്ന് സുറുമയണിയുക. കാരണം മദീനത്തെ മണ്ണ് അതിനുള്ളതാണ്, കണ്ണിൽ വെക്കാനുള്ളതാണ്. ഈ മദീനയിലെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് ശമനം വാങ്ങിയവരുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് രാത്രി പറഞ്ഞു, ഓ അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ, എന്തേ ബിലാലെ പിണങ്ങിപ്പോയോ, വരാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അസാക്കിറിന്റെ നിവേദനത്തിൽ കാണാം, നേരെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടന്ന് ഉരുണ്ട് പെരണ്ടു. തൗഹീദ് അറിയാത്ത ആളല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് തൗഹീദിന്റെ അസ്തിവാരങ്ങളെ ലോകത്തിന് കൈമാറ്റം ചെയ്തു കൊടുത്ത സ്രോതസ്സുകളായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനത്ത് വന്ന് കിടന്നിട്ട് ഉരുളുകയാണ്. ഹബീബിന്റെ ചാരത്തുള്ള മണ്ണൊന്ന് പുരളാൻ. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുകളിൽ ഇട്ടിട്ടുള്ള വസ്ത്രത്തിന്റെ മുകളിൽ വീഴുന്ന പൊടിമണ്ണ്, ആ റൂമിൽ വീഴുന്ന പൊടി ഉണ്ടാവുമല്ലോ, അവിടെ വൃത്തിയാക്കുന്ന സമയം തട്ടിയെടുത്തിട്ടൊരു പാത്രത്തിലാക്കും. ഇപ്പോഴും സഊദിയിൽ ഇപ്പോഴും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ശരീഫയിലെ അവിടുത്തെ ഖബറു ശരീഫിന്റെ മേലെയുള്ള തുണിയുടെയും പരിസരത്തുമുള്ള മണ്ണുകൾ പൊടി തട്ടിയെടുത്തിട്ട് സമാഹരിച്ച് പാത്രത്തിലാക്കിയിട്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നൽകും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധ പണ്ഡിതനായ ഉമർ അബ്ദുള്ള കാമിൽ എന്ന പ്രസിദ്ധനായ പണ്ഡിതൻ വഴി എനിക്കത് ലഭിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് അവർ കഴിക്കുകയാണ് ചെയ്യുക. ഇതൊന്നും പറയുമ്പോൾ ആധുനിക ലോകത്തെ സിദ്ധാന്തങ്ങളോട് നമുക്കൊന്നും പറയാനില്ല. ഇത് പ്രണയത്തിന്റെ ലോകമാണ്, ഇത് ഹബീബിന്റെ ലോകമാണ്. ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗത്തിന്റെ ലോകത്ത് ഇവിടെ സമരങ്ങളുടെ പ്രതിധ്വാനങ്ങൾക്ക് പ്രസക്തിയില്ല. എന്റെ ഈ പ്രസംഗം ക്ലിപ്പ് ചെയ്യപ്പെടുന്നുണ്ടാകാം, ഒരു പ്രശ്നവുമില്ല, അന്വേഷിക്കപ്പെടാവുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ശരീഫയിലെ പൊടിമണ്ണ് പോലും ഇന്നും ലോകം ഒഴിവാക്കുന്നില്ല. അത് ഉള്ളിലേക്ക് ചെന്നാൽ ഹബീബിന്റെ സാന്നിധ്യത്തിലെ പൊടിയാണെന്ന് വിശ്വസിക്കുമ്പോ അതിനും ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇനി എന്തിനാണ് അത്ഭുതം പറയുന്നത്? പരിശുദ്ധമായ കഅബാലയത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്ത് കയറുമ്പോ അവിടെയുള്ള പൊടിമണ്ണ് സമാഹരിക്കുന്നു. ആ കഅബാലയം കഴുകുന്ന സംസം വെള്ളവും കളയാറില്ല. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് അത് കുപ്പിയിലാക്കി കൊടുത്തയക്കുന്നു. കഅബാലയത്തിന്റെ ഖില്ലയോടൊപ്പം അവിടെ അടിച്ചുവാരിയ മണ്ണിന്റെ പൊടിയും അവിടെ കഴുകി വൃത്തിയാക്കിയ സംസം വെള്ളവും പാത്രത്തിലാക്കി നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ അടക്കം വീടുകളിൽ അതുണ്ടാകാം. ആ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ നേരെ ഓടിപ്പോകൂ. എങ്ങോട്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച മുസല്ലയിൽ നിസ്കരിക്കാൻ. കഅബാലയത്തിന്റെ ഉള്ളിൽ എങ്ങോട്ട് നിസ്കരിക്കാം? ഏറ്റവും പുണ്യമുള്ള ഗേഹമാണ്. പക്ഷേ ആ കഅബാലയമാകുന്ന വിശുദ്ധ ഗേഹത്തിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കാൻ. കാരണം സ്വഹാബികൾ അങ്ങനെയായിരുന്നു. സ്വഹാബികൾ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഹബീബേ, എന്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു തരണേ, എനിക്ക് അവിടെ നിന്ന് നിസ്കരിക്കാനാ. അള്ളാഹുവിനുള്ളതാ നിസ്കാരം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച തരത്തിന് പുണ്യമുണ്ട്. അത് വിശ്വസിച്ചു സ്വഹാബികൾ, അത് ഏറ്റെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബികളോട് വന്നിട്ട് ചോദിക്കുന്നു, എവിടെയാണ് നിസ്കരിക്കേണ്ടത്? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്ബാൻ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു, ഇവിടെയാണ് നബിയേ. അവിടെ ഹബീബ് നിസ്കരിച്ചു കൊടുത്തു. അപ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ ഇന്നും ഭരണാധികാരികൾ കഅബ തുറന്നിട്ട് നിസ്കരിക്കാൻ കിടക്കുമ്പോ രാജ്യത്തിന്റെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന സ്ഥലമേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണ്. ആ പുണ്യമുള്ള പ്രത്യേക സ്ഥലത്തിന് പവിത്രതയുണ്ടെന്ന് സ്വഹാബികൾ ഉറപ്പിച്ചു, പിൻഗാമികൾ ഏറ്റെടുത്തു. ഇന്നത്തെയും ഭരണാധികാരികൾ അതുതന്നെയാണ് ചെയ്യുന്നതെന്ന് അൽ ഹജ്ജ് എന്ന മാസികയിലൂടെ സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു. സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മജല്ലത്തുൽ ഹജ്ജിൽ കാണാം, ആ സ്ഥലത്തെ പ്രത്യേകം ആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം. കഅബയാണ്, അള്ളാഹുവിന്റെ വീടാണ്, നിസ്കാരം അള്ളാഹുവിനാണ്. പക്ഷേ ഹബീബ് വസീലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിന് മുഴുവനും അങ്ങനെ പുണ്യമാണ്. അപ്പൊ മദീനയിലെ മണ്ണെന്ന് പറഞ്ഞാൽ കേവലമായ മണ്ണല്ല, ഹബീബ് ഉമ്മ വച്ചുറങ്ങുന്ന ഭൂമിയാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് തങ്ങൾ ചെരുപ്പ് ധരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ ചെരുപ്പ് ധരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒരു പ്രാവശ്യം പോലും മദീന ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ മൂത്രമൊഴിച്ചിട്ടില്ല, പ്രാഥമികാവശ്യ നിർവഹണം നടത്തിയിട്ടില്ല. ഇക്റാമൽ ലിശഅനി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയെ പാലിച്ചുകൊണ്ടാണ്. അപ്പൊ ഹബീബ് ഇഷ്ടപ്പെട്ട മണ്ണാണ് അവിടെ. ഇനി ഹബീബ് ഇഷ്ടപ്പെട്ട താഴ്വരകളുണ്ടവിടെ. എണ്ണിപ്പറയാൻ സമയം പോരാ. ഞാൻ ഇന്ന് ലിസ്റ്റ് ചെയ്യുമ്പോ എത്രയോ പറയാനുണ്ട്. സദസ്സേ ക്ഷമിക്കണം, ഈ വിഷയത്തോട് നീതി പുലർത്താൻ എനിക്ക് കഴിയില്ല. നാളെ നമുക്ക് ബദറിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ സഞ്ചാരം തുടരേണ്ടതുണ്ട്. മാനവികതയ്ക്കുള്ള സന്ദേശങ്ങളെ കൈമാറേണ്ടതുണ്ട്. ഈ പരമ്പര എവിടെയെങ്കിലും ഒരു സെമിക്കോളനിട്ട് തുടരേണ്ടതുണ്ട്. അവസാനം ഇത് മുഴുവനും അവതരിപ്പിച്ച് കഴിയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയാനുരാഗത്തെയും സ്നേഹചരിത്രത്തെയും രചിച്ച സ്നേഹപാനങ്ങളുടെ ദായകന്മാരോടൊപ്പം അവരുടെ പിന്നണി
മദീനയിലായി ലിവാഇന്റെ കീഴിൽ ഒന്ന് എത്തിച്ചേർന്നാൽ അതിനു വേണ്ടിയാണ് ഈ സഞ്ചാരം. കൈവടിയല്ല റഹ്മാനേ, അതിനു വേണ്ടിയുള്ളൊരു സഞ്ചാരമാണിത്. ഭ്രാന്ത് പിടിച്ചവന് പറയുന്നതിന് ഗ്രാമർ ആവശ്യമില്ല, സ്നേഹിതന് പറയാൻ ഇക്വേഷനുകൾ ആവശ്യമില്ല, അനുഗാമിക്ക് പറയാൻ പ്രത്യേകിച്ച് വിധേയത്വങ്ങളില്ല. ഇതൊരു വല്ലാത്ത ലോകമാണ്. ഇതിൽ കടന്നവർ മുഴുവനും ഭ്രാന്ത് ബാധിച്ചവരാണ്. അത് സ്നേഹത്തിന്റെ വിശുദ്ധ ഭ്രാന്താണ്. അത് അനുരാഗത്തിന്റെ ആദരണീയമായ ആത്മഹർഷമാണ്. രാവുറക്കിന് സുഖിക്കാനുള്ളതാണെങ്കിൽ അനുഗാമിക്കും ഒരു ഹബീബിനും രസിക്കാനുള്ള സല്ലാപമാണ്. രാവുകൾ നിശകൾ നിശബ്ദമായി ഹബീബിന് ചുംബനം കൊടുക്കാനുള്ള സുവർണാവസരം, പകലുകൾ ശബ്ദമയമായി അനുരാഗിയുടെ കീർത്തനം പറയാനുള്ള സമയം. ഇത് രണ്ടുമായാൽ ഈ ജീവിതം സഫലമായി. ഇവിടെ സിംഹാസനങ്ങളോ കൊട്ടാരങ്ങളോ പരവതാനികളോ ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് ഖുസ്റവിയച്ചീലഗീന പൈറവിയച്ചീലഗി ഹം ഫഖീറോं को मदीने की गली अच्छी लगी. മദീനയിലെ ഒരു ഗല്ലിങ് കിട്ടിയാൽ അത് മതിയല്ലോ സാന്ത്വനിക്കാനും സമാധാനിക്കാനും. കടന്നുവരാം. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അതാ വേട്ടമൃഗങ്ങളെ എറിയുകയാണ്, ഞാൻ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വേട്ട നടത്തിയിട്ട് അതിന്റെ വേട്ടമൃഗത്തിന്റെ ഇറച്ചി കൊണ്ട് കൊടുക്കും. ഫഫഖദനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല സലമ ഐന തകൂൻ. എവിടെയായിരുന്നു സലമത്ത് ബിനുൽ അക്വഅ? വേട്ട കിട്ടുന്ന ഇറച്ചി കൊണ്ടുവന്ന് ഹബീബിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. فقلت بعد علي الصيد يا رسول الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, വേട്ടമൃഗം കുറെ ദൂരെയായി പോയി നബിയെ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അമാ ലൗ കുൻത തസീദു ബിൽ ലഖീഖി ശയ്യഅതുക ഇദാ ദഹബത വതലഖൈതുക ഇദാ ജിത ഫഇന്നി ഉഹിബ്ബുൽ അഖീഖ്. റവാഹു തബറാനി. ഇമാം തബറാനി ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഖീഖ് താഴ്വരയിലാണോ നിങ്ങൾ അവിടുന്ന് വേട്ട നടത്തുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ ഒരുക്കി തയ്യാറാക്കി വിടുകയും, അഖീഖ് താഴ്വരയിലേക്കാണ് നിങ്ങൾ വേട്ടയ്ക്ക് പോയതെങ്കിൽ വരുമ്പോ ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. കാരണം ഞാൻ അഖീഖ് താഴ്വരയെ ഇഷ്ടപ്പെടുന്നു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പുണ്യനബി. എന്തൊരു മനോഹരമായ വായനയാണ്. താഴ്വരകളെ കുറിച്ച് മാത്രം ഒരു പരമ്പര താരീഖു മആരിബിലും താരീഖു മദീനയിലും അഖ്ബാറു മദീനയിലും താരീഖു തൈബയിലും സയ്യിദു സുംഹൂദിയും എല്ലാ ഇമാമീങ്ങളും അവരുടെ രചനകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഘോഷേ നൂറേ നബി, എല്ലായിടത്തും ഹബീബിന്റെ പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസമാണ്. ഈ അഖീഖ് താഴ്വര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ഹാദാ മാ അഅതാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനി വഅതാഹു മിനൽ ലഖീഖ് മാ സുലഹ ഫീ മുഅ്തമിലൻ ഇൻ സദഖ വകതബഹു മുആവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒപ്പിട്ട് കൊടുത്തു. അഖീഖ് താഴ്വരയിലെ ഉപയോഗപ്രദമായ ഭാഗങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചെടുക്കാൻ ബിലാൽ ബിൻ ഹാരിസ് അൽ മുസനിക്ക് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീല് വെച്ച് ഒപ്പുവെച്ചു കൊടുത്തു. സ്ഥലത്തിന്റെ പ്രമാണം എഴുതി പേര് വെച്ച് ഒപ്പുവെച്ചു കൊടുക്കുന്നതിന്റെ ഉദാഹരണമാണ് രാഷ്ട്രശില്പിയായ മുഹമ്മദ് മുസ്തഫ. ലോകരാഷ്ട്രങ്ങളുടെ വ്യവസ്ഥിതികളും ഉടമ്പടികളും സ്മാർട്ട് സിറ്റികളും എങ്ങനെയാകണമെന്ന് പഠിക്കുമ്പോ അതിനും പരിഹാരത്തിന്റെയും വ്യവസ്ഥകളുടെയും മാതൃകകൾ മദീനയിലുണ്ട്. കാരണം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിതാരോं के आगे जहां और भी है
अभी इश्क के इम्तिहान और भी है സിതാരോं के आगे നക്ഷത്രങ്ങൾക്ക് അപ്പുറവും ജഹാനോർ ഭീ ഹേ പിന്നെയും ലോകം ബാക്കിയുണ്ട് അബി ഇശ്ഖ് കേ ഇംതിഹാനോർ ഭീ ഹേ സ്നേഹത്തിന്റെ പരീക്ഷകൾ ഇനിയും വരാനുണ്ട്. അനുരാഗിയുടെ ഹൃദയമർമ്മരങ്ങൾക്ക് ലോകം വിശാലമാണ്. സ്നേഹത്തിന്റെ പ്രപഞ്ചത്തിന് അതിരുകൾ ലംഘിക്കപ്പെടേണ്ടതില്ല, അത്രയും വിശാലമാണ്. അതുകൊണ്ടോ ഹബീബേ സിതാരോംഗെ ആകെ ജഹാനോർ ഭീ ഹേ ഹബീബേ ഖുദാ പേ സലാം കഹ രഹാ ഹോ വ നൂറേ ഖുദാ പേ കറോറോം സലാമേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. അഖീഖ് താഴ്വരയിൽ നിന്ന് പ്രകൃതിയോടുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധമാണ് പറയുന്നത്. ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനിയും വരാം മദീനയുടെ അന്തരീക്ഷം, മദീനയുടെ മണ്ണ്, മദീനയുടെ വിണ്ണ്, മദീനയുടെ തലങ്ങൾ, മദീനയിലെ ഈത്തപ്പഴം പ്രത്യേകമാണ്, രോഗത്തിന് ശമനമുള്ളതാണ്. മദീനയിലെ കാറ്റ് പവിത്രതയുള്ളതാണ്. മദീനയിലെ രോഗം ശുദ്ധീകരിക്കാനുള്ളതാണ്. മദീനയിലെ ഇടവഴികൾ ചുടുചുംബനം നൽകാനുള്ളതാണ്. അങ്ങനെ മദീന നോക്കിയാൽ ഒരിക്കൽ കൂടി ഞാൻ ചൊല്ലിക്കോട്ടെ, സറാപ്പാ ചമനെ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. അടിമുടി പ്രഭാവിതമാണ് മദീനയിലെ മണ്ണും വിണ്ണുമെല്ലാം. ആ മദീനയിലെ രാജാവിനോട് മർമ്മരം പറഞ്ഞ് ചുംബനം കൊടുത്ത മിമ്പറിനെ മറന്നുപോയോ? മെഹ്റാബ് മറന്നുപോയോ? അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലുവതി വൽ കാഫൂരി മംദൂദി. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ അവിടുത്തെ ദീവാനിൽ കാണാം, മിമ്പറിനെ ഏറ്റെടുത്തുകൊണ്ട് കരച്ചിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മിഹ്റാബിനോട് ചേർന്ന് നിന്ന് വികാരമടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹ്, ഹബീബിനെ അവിടുന്ന് ഖബറിലേക്ക് കടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ? അതിനു മുമ്പെല്ലാം കരഞ്ഞ ഒരു സാന്നിധ്യമാണ് മിമ്പറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയാതിരിക്കാൻ ഈ വിഷയത്തോട് ബാധ്യത കൊണ്ട് വയ്യാത്തത് കൊണ്ട് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. മുമ്പ് പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം മിമ്പർ ഉണ്ടായിരുന്നില്ല. പഴയ പള്ളിയിൽ മിമ്പറില്ല. ചാരി നിൽക്കാൻ ഒരു ഈത്തപ്പനയുടെ കീറേ ഉള്ളൂ. അവിടെ ചാരി നിന്നപ്പോഴാണ് പുതിയ മിമ്പറിന്റെ നിർമ്മാണം. പുതിയ മിമ്പറിന്റെ മേലേക്ക് കയറി ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോ സമിഅനാ അനീനൽ ജസഇ കഅനീനിസ് സിബിയാൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. നിരവധി നിവേദകന്മാര് ആസ്വാദനത്തോടെ പറഞ്ഞിട്ടുണ്ട്. സുഫിയാനു സൗരി തങ്ങൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാമുന ശാഫിഈ തങ്ങൾ ഈ പശ്ചാത്തലം പറയുന്നുണ്ട്. 5 മീറ്റർ മാറിയാണ് പുതിയ മിമ്പർ പണിയുന്നത്. പുതിയ മിമ്പറിലേക്ക് ലോകത്തിന്റെ നേതാവ് കയറി നിന്നപ്പോൾ എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, പ്രേമപ്രപഞ്ചത്തിൽ ഹൃദയം സമർപ്പിച്ച് മദീന കാണാൻ കൊതിച്ചിരിക്കുന്ന മുഹിബ്ബീങ്ങളെ, 5 മീറ്റർ മാറിയിട്ട് പുതിയ മിമ്പർ വന്നപ്പോ സമിഅനാ അനീനൽ ജസർ, പഴയ
പഴയ ഈത്തപ്പന മരം കരയുകയാണ്. കനീന് സ്വിബിയാൻ, മക്കള് കരയും പോലെ കരയുകയാണ്. എന്തേ കരയുന്നത്? റഹ്മത്തുല്ലിൽ ആലമീനായ നബിതങ്ങളോടുള്ള സ്നേഹമാണ്. ഹബീബ് ആ ഒരു ഈത്തപ്പനയുടെ കരച്ചിലും പരിഗണിച്ച നേതാവാണ്. നേരെ ഔദ്യോഗികമായ മിമ്പറിൽ ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പറിന്റെ മേലെ ഒന്ന് കൈവച്ചു. യുക്തിയുടെ കണ്ണുകൊണ്ടും ഠാവട്ടത്തിലെ ബുദ്ധി കൊണ്ടും ഇസ്ലാമിക പ്രമാണങ്ങളെ വിലയിരുത്തുന്ന ആധുനിക പേനയുന്തികളെ ബുഖാരി പഠിക്കണം. അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വിലയിരുത്തണം. ഹബീബിന്റെ കൈ തട്ടുമ്പോഴേക്കും മരത്തിന്റെ കരച്ചിലടങ്ങുകയോ മരം കരയുകയോ ഹബീബ് തട്ടുമ്പോഴേക്ക് അടങ്ങുകയോ? അതേ, ഇത് പ്രേമത്തിന്റെ ലോകമാണ്. ഇത് റഹ്മത്തുല്ലിൽ ആലമീന്റെ ലോകമാണ്. മനുഷ്യരുടെ മാത്രം മോചനത്തിന്റെ നേതാവല്ല, ജന്തുജാലങ്ങൾക്ക് മാത്രം കരുണയുടെ വിരിപ്പ് കൊടുത്ത നേതാവല്ല. കരുണയുടെ അരുണസ്പർശം കൊണ്ട് പ്രപഞ്ചത്തെ ആകമാനം പുളകമണിയിച്ച പുണ്യനബിയുടെ പ്രകീർത്തനമാണ്. അല്ലാതെ ഇവിടെ ആടാനല്ല, പാടാനല്ല. ഇത് പഠിക്കാനാണ്, സ്നേഹിക്കാനാണ്, വിലയിരുത്താനാണ്, ഹൃത്തിലേറ്റെടുക്കാനാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചപ്പോഴേ കടങ്ങി. ഹബീബ് പറഞ്ഞു അത്രേ, ഞാനിതിനെ സാന്ത്വനിപ്പിച്ചില്ലെങ്കിൽ അന്ത്യനാള് വരെ ഈ കരച്ചിൽ തുടരുമായിരുന്നു. रो रो के रुलाना रहा है वो रो रो के दुल्हन बनाए. അവിടുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്ന് പ്രണയമടയാളപ്പെടുത്തുമായിരുന്നു. കാരണം സ്നേഹത്തിന്റെ ലോകമങ്ങനെയാണ്. ആതിശേ ഇശ്ഖോ ജഹന്നം ഹേ ജിസ്മേ ഫിർദൗസ് കേ നസാറേ ഹേ. അതാണ് സ്നേഹത്തിന്റെ ജ്വാലകൾ നരകമാണെങ്കിൽ ചുംബനത്തിന്റെ ആസ്വാദനങ്ങൾ സ്വർഗമാണ്, പറുദീസയാണ്. വിട്ടുനിൽക്കുമ്പോൾ ജ്വലിക്കുന്നത് നരകസമാനമായ അഗ്നിയാണ്. ചേരുമ്പോൾ ഒത്തുചേരുന്നത് പരവതാനിയാണ്, പറുദീസയാണ്. അതാണ് സ്നേഹം. മഹബ്ബത്ത് തർക്ക് കീഹേനെ ഗരീബാ സേ ലിയാ മേനെ ജമാനെ ഖുശ് ഹുവാ അബ് തോ ജഹർ യേ ബി പിലായേ. സ്നേഹപാനം കൊണ്ട് ദർവേശുകൾക്ക് സമ്മാനമൊരുക്കുന്നയാളാണു ഞാൻ. സദ്യ നൽകുന്ന തീർത്ഥകനാണു ഞാൻ. വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവസാനം മിമ്പറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിനോട് ചോദിച്ചു, രണ്ടു കാര്യം പറയട്ടെ, ഒന്നേറ്റെടുത്തോളൂ. ഒന്നുകിൽ അന്ത്യനാൾ വരെ ഇനിയും തോട്ടത്തിലേക്ക് പോയി പഴയ മരമായി നിലകൊള്ളാൻ ഞാൻ സമ്മതം തരാം. അല്ലെങ്കിൽ അല്പം ക്ഷമിക്കണം, സ്വർഗത്തിൽ ഒരു മരമായി നിന്നെ പുനർജനിപ്പിക്കാം. മസ്തിഷ്കവും ബോധവുമുള്ള നമ്മളെപ്പോലെയുള്ള കോടിക്കണക്കിന് ജനങ്ങളെക്കാൾ ഭാഗ്യമുള്ളതാണ് ഈ മരം. ബുദ്ധിയും വിവേകവുമുള്ള ഒരുപാട് ജനങ്ങളെക്കാൾ നിയോഗമുള്ളതാണ് ഈ മരം. ഹബീബിനോട് പറഞ്ഞു, എന്നെ ഇനി തോട്ടത്തിലേക്ക് വിട്ടാൽ അത് അനന്തമായ വിയോഗമാണ്. ഞാൻ അല്പം ക്ഷമിച്ചോളാം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് സ്വർഗത്തിൽ ഒരു മരമായാൽ മതി. കാരണം ഹം റസൂലുള്ളാഹ് കെ
ജന്നത്ത് റസൂലുള്ളാഹ് കീ, തങ്ങളുടെ വീട് സ്വർഗമാണല്ലോ, ആ വീട്ടിലേക്ക് വരാമല്ലോ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം പറഞ്ഞുകൊണ്ട് ആ മരക്കഷ്ണമതാ ഹബീബിനോട് സ്നേഹം ചുരത്തുകയാണ്. ലോകൈക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് എന്നേക്കുമുള്ള വിയോഗമല്ല, എനിക്ക് വേണ്ടത് ഹബീബിന്റെ ചാരത്തുള്ള ഒരു നിലപാടാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, 5 മീറ്റർ ഹബീബ് മാറി നിന്നപ്പോഴേക്ക് ഈ മിമ്പർ കരഞ്ഞുപോയെങ്കിൽ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യ ഹബീബെന്ന വിചാരമൊന്നകന്നു പോയാൽ, ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് മറന്നുപോയാൽ എത്ര കരയേണ്ടവരാണു നമ്മൾ. മദീന എത്താതെ ഭ്രാന്ത് നിൽക്കാൻ പാടില്ല. ആദ്യം കിട്ടുന്ന ആസ്തി കൊണ്ട് മദീനയിലെത്തണം. അത് കാമുകിയുടെ വീടാണ്, അത് അനുരാഗിയുടെ വീടാണ്, അത് സ്നേഹപാത്രത്തിന്റെ പരവതാനിയാണ്, അത് ഇഷ്ടകേന്ദ്രത്തിന്റെ സന്നിധാനമാണ്. അതുകൊണ്ട് അജ്നഹി തോ കൽ ഹം മദീനെ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലെത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം എങ്ങനെയാണ്? അതുകൊണ്ടല്ലേ പറഞ്ഞത് ഉജാലി രാത് ഹോഗി ഓർ മൈദാനെ ഖുബാ ഹോഗാ വലബ് പേ മുസ്തഫാ യാ മുസ്തഫാ യാ മുസ്തഫാ ഹോഗാ. ഉജാലിരാത്ത്, നല്ല നിറനിലാവുള്ള നിശയാകട്ടെ, ഖുബാ പള്ളിയുടെ മുറ്റമാകട്ടെ, എവിടെയും ഞങ്ങളുടെ അധരങ്ങളിൽ മുഴങ്ങുന്നത് ഹബീബിന്റെ പേരാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോഴാ ഹബീബിന്റെ മദീനയിലെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ പള്ളി, അവിടുത്തെ മിമ്പർ, അവിടുത്തെ മിഹ്റാബ്, അവിടുത്തെ അഹ്ലുസുഫയുടെ തിണ്ണ, അവിടുത്തെ ശൂറായുടെ തിണ്ണ, അവിടുന്ന് നടന്ന വഴികൾ, അവിടുന്ന് പോയ ഇടങ്ങൾ, അവിടുന്ന് നിസ്കരിച്ച സ്ഥലങ്ങൾ, അവിടുന്ന് വിശ്രമിച്ച ഗേഹങ്ങൾ, അവിടുത്തെ പത്നിമാരുടെ ഭവനങ്ങൾ, അവിടുത്തെ മക്കളുടെ ചാരത്തുള്ള ചരിത്രങ്ങൾ, അവിടുത്തെ ബഖീഇലെ വിശ്രമിക്കുന്ന ആളുകൾ, ഇതെല്ലാം മദീനയുടെ ചിത്രമാണ്. ഓ എന്തൊരു കഷ്ടം! ഇത്രയും നല്ലൊരു മദീനയിൽ പോകേണ്ടത് ഹജ്ജിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുന്നവർ, ചോദിക്കുമ്പോഴേക്ക് സംശയത്തിന് കൂട്ടുനിൽക്കുന്നവർ, ആ മദീനയൊന്ന് കാണിക്കാതെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ, കൊണ്ടുവരുന്നവർ, എത്രയൊരു ദുര്യോഗത്തിന്റെ ആളുകളാണ് നമ്മൾ. അങ്ങനല്ല. കഅബാ ഹേ കേ ദേഖ് ചുകേ, കഅബാ കേ കഅബാ ദേഖിയേ, കഅബാ ഹം ദേഖ് ചുകേ ഹേ, നമ്മൾ കഅബ കണ്ടിട്ടുണ്ട്. എന്നാൽ കഅബാലയത്തിന്റെ കഅബയാരാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി ഹബീബിന്റെ രാഷ്ട്രീയ ഇടപാടുകൾ. തൽക്കാലം ഞാൻ മദീനയുടെ വിഭവങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അവിടുത്തെ ഭക്ഷണം പറയാനുണ്ട്, അവിടുത്തെ ഈത്തപ്പഴത്തിന്റെ സ്വഭാവം പറയാനുണ്ട്. അജ്വ എന്ന ഈത്തപ്പഴത്തിന്റെ പ്രത്യേകതയുണ്ട്, അംബരിയ എന്ന പ്രദേശത്തിന്റെ പവിത്രതയുണ്ട്, അവാലി എന്ന പ്രദേശത്തിലെ മണ്ണിന്റെ മൂല്യമുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ മദീനയ്ക്ക് പറയാനുണ്ട്. അത് മാത്രമായാൽ മദീനയിലെ വിശേഷമെന്ന് പരമ്പര മാറ്റി എഴുതേണ്ടി വരും. അതുകൊണ്ട് ക്ഷമിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയ ഇടപാടുകൾ, അതുവഴിയുള്ള ആക്ഷനുകളാണ് നാളെ നാം സംസാരിക്കുന്നത്. അല്ലാഹു നിയോഗം നൽകട്ടെ. എന്നാൽ ആ ഹബീബിന്റെ പുണ്യമറിയാത്തവരേറ്റെടുക്കേണ്ടി വന്ന ശിക്ഷകളെ കുറിച്ചൊരധ്യായം നമ്മുടെ ഈ വർഷത്തെ അനുബന്ധമാണ്.
അത് വേഗമങ്ങ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും മക്കയിൽ നിൽക്കാൻ അനുവദിച്ചില്ല ഖുറൈശികൾ. അങ്ങനെ കുറെ സ്വഹാബികൾ അബിസീനിയയിലേക്ക് പോയി, എത്യോപ്യയിലേക്ക് പോയി, നജാഷി നേഗസ് ചക്രവർത്തിയുടെ അടുക്കലേക്ക്. അപ്പൊ നേഗസ് ചക്രവർത്തിയുടെ അടുക്കൽ പോയിട്ട് അവിടെ അഭയം തേടുമെന്ന് കണ്ടപ്പോ 2 നാളുകൾ മക്കത്തുനിന്ന് വണ്ടി കയറി. അവിടെ പോയിട്ട് മുടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ അവിടെയും താമസിക്കാൻ വിടാൻ പാടില്ല. അങ്ങനെ 2 നാൾ വണ്ടി കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ മുടക്കാൻ. അങ്ങനെ ഒരാൾ കയറി, അംർ കയറി, ഉമാറത്ത് ബിൻ വലീദ് കയറി. 2 പേരും കൂടെ ചെന്നിട്ട് നജാഷി രാജാവിന്റെ അടുക്ക പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറെ ആൾ വണ്ടി കയറി ഇങ്ങ് വന്നിട്ടുണ്ട്, അവരെവിടെ താമസിപ്പിക്കാൻ പാടില്ല, അവരെവിടെ താമസിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വിളിച്ചു രാജാവ്, ഇവിടെ വന്ന ആളുകൾ ആരാ, വരട്ടെ. ജഅഫർ റളിയല്ലാഹു അൻഹു ചെന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. വന്നപ്പോ തന്നെയുള്ള കംപ്ലൈന്റ് എന്താണെന്നറിയോ? ഈ വന്ന ആളുകൾ രാജാവിന് സുജൂദ് ചെയ്യാത്തവരാ. ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല, സുജൂദ് അല്ലാഹുവിന് മാത്രമേ ചെയ്യൂ. അഭയം തേടിയിട്ട് അന്യ രാജ്യത്ത് ചെന്നപ്പോഴും ആദർശം പണയം വെക്കാത്ത ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ രാജാക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ വന്നവരല്ല, ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാൻ വന്നവരാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, വരട്ടെ, പറയട്ടെ. വിശദീകരിച്ചു. രണ്ടാമത് പറഞ്ഞു, നിങ്ങളുടെ യേശു മിശിഹായെ അംഗീകരിക്കാത്ത ആളുകളാ, അഥവാ ഈസാ നബി അംഗീകരിക്കാത്തവരാ. അപ്പോ പറഞ്ഞു, ജഅഫറെ, നിങ്ങളുടെ വിശ്വാസത്തിൽ ഈസാ നബി ആരാണ്? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റൂഹാണ്, കലിമത്തുല്ലാഹിയാണ്, റൂഹുല്ലാഹിയാണ് എന്ന് പറഞ്ഞു. ഇബ്നു മറിയമിന്റെ മകനാണ്, മറിയം വിശുദ്ധയാണ് അലൈഹിസ്സലാം തുടങ്ങിയുള്ള ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പ രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹാദാ ഹുവൻ നബിയുൽ മൗഊദ്, ഇത് വാഗ്ദത്ത പ്രവാചകന്റെ വർത്തമാനമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സ്വസ്ഥമായി താമസിച്ചോ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. അല്ലോ 2 പേരുണ്ടല്ലോ, ആ 2 പേര് ഇപ്പൊ മക്കത്തുനിന്ന് വണ്ടി കയറി വന്ന 2 പേര് കൊണ്ടുവന്ന മുഴുവൻ ഗിഫ്റ്റും കൊണ്ടുപോയിക്കോ, നിങ്ങളെ ആവശ്യമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും വേദനിപ്പിക്കാൻ ഇറങ്ങിയ ഉമാറത്ത് ബിൻ വലീദ്, അംർ ബിൻ ആസ് 2 പേരും അവിടെ നിന്ന് ഇറങ്ങി കപ്പലിൽ വെച്ച് ശണ്ട കൂടി. കപ്പലിൽ വെച്ച് ശണ്ട കൂടിയിട്ട് നേഗസ് ചക്രവർത്തിയുടെ ആളുകളുമായി ഉടക്കി. അവരെന്ത് ചെയ്തു എന്നറിയുമോ? അവരൊന്നാന്തരം മാരണപ്പണി ചെയ്തിട്ട് ഹത്താ ദഹബ അഖ്ലുഹു വസാഹ ഫിൽ ബരിയത്തി മഅൽ ലുഹൂഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇറങ്ങിയവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ ഇറങ്ങിയവൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മൗലൂദ് ഓതാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയപ്പോ അതിനെ എതിർക്കാൻ ഇറങ്ങിയവൻ, അവനെ അതാ മാരണത്തിന്റെ അടിയിൽ പെട്ടിട്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. വസാഹ ഫിൽ ബരിയത്തി മഅൽ ലുഹൂഷ്, 4 കാലി മൃഗങ്ങളുടെയും വന്യജന്തുക്കളുടെയും ഇടയിൽ ഓരിയിട്ടുകൊണ്ടൊരു ജന്തുവായി ജീവിച്ചു. ആശ ഇലാ സമനി ഉമർ ബിനുൽ ഖത്താബ് അലാ ഹാദിഹിൽ ഹാലാ. മദീനയിലേക്ക് നബിതങ്ങൾ പോകുന്നതിന് മുമ്പാണല്ലോ എത്യോപ്യയിലേക്ക് മുഅ്മിനീങ്ങൾ പോയത്. അന്ന് ഭ്രാന്തനായി മൃഗങ്ങളുടെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയ ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഉമർ സിദ്ദീഖുൽ അക്ബർ തങ്ങളും വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഖിലാഫത്തിന്റെ കാലം വരെ ജീവിച്ചിരുന്നു. അപ്പ സ്വഹാബത്തിനൊരു പണി നോതി. എടാ, പണ്ടിങ്ങനെ റസൂലുള്ളാഹിനെയും സ്വഹാബത്തിനെയൊക്കെ ചീത്ത വിളിച്ചിട്ട് പോയൊരു ചങ്ങാതി വന്യമൃഗങ്ങളുടെ കൂടെ കാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ, അവനെ ഒന്ന് പിടിച്ചുകൊണ്ട് വന്നാലോ?
സ്വഹാബത്ത് പോയി ഫംസകഹു പിടിച്ചു ഫജഅല യഖൂലു അർസിൽനി വഇല്ലാ മിത്തു എന്നെ വിടണേ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചത്തുപോകും, എന്നെ വിടണേ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചത്തുപോകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഫലമ്മാ ലം യുർസിൽഹു അതാ സ്വഹാബത്ത് വിട്ടില്ല. മാത മിൻ സാഅതിഹി ഇലാ ജഹന്നമ വബിഅസൽ മസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ആക്ഷേപിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർക്ക് മുടക്കുണ്ടാക്കാൻ ഇറങ്ങിയവരെ അല്ലാഹു തആല പിടിച്ച് പരീക്ഷിച്ച് വന്യജന്തുക്കളുടെ കൂടെയാക്കി അവസാനം ആ കൂട്ടത്തിൽ തന്നെ ചത്തുപോയില്ലേ. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ മുഴുവനും തഅളീമിന്റെ അഹ്ലുകാരെ തഅളീം ചെയ്യുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ നിറച്ചു തരട്ടെ. ഇത് സ്നേഹപ്രപഞ്ചമാണ്. സ്നേഹ സമ്മാനങ്ങൾ പങ്കുവെക്കാതെ നമ്മൾ പിരിയാറില്ല. ഹബീബിനോട് ചുംബനം കൊടുക്കാതെ മജ്ലിസ് തീരാറില്ല. ഹബീബിനോട് പ്രണയം പറയാതെ നമ്മൾ പിരിയാറില്ല. കാരണം ആകെയുള്ളൊരു പ്രതീക്ഷ ഈ ജീവിതത്തിൽ ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് സമാത്തുൽ അസ്ഹാറിൽ പറയുകയാണ്. അൻ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് അന്നഹു ഖാൽ കാന ലനാ ജാറു യഖ്ദിമു സുൽത്താൻ വഹുവ മർമൂഖുൻ ബിൽ ഫസാദി വൽ ഗഫലതി അനില്ലാഹി അസ്സ വജല്ല. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് എന്ന മഹാൻ പറയുകയാണ്, ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്റെ അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. അയാള് സുൽത്താന്റെ അടുക്കൽ രാഷ്ട്രീയക്കാരനാണ്, അവിടെ പോയി വരുന്ന ആളാണ്. വലിയ ശ്രദ്ധയൊന്നും ആരാധനയിലും മറ്റു കാര്യത്തിലൊന്നും ഇല്ലാത്ത ആളാണ്. ഫറഅയ്തുഹു ലൈലതൻ ഫിൽ മനാം, ഞാൻ രാത്രി ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. യദുഹു ഫീ യദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അയാളുടെ കൈ ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. രണ്ടുപേരും കൈപിടിച്ചിട്ടുണ്ട്. ഫഖുൽതു, അപ്പ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദൽ അബ്ദ മിനൽ മുഅ്രിദീന അനില്ലാഹി അസ്സ വജല്ല ഫകൈഫ വളഅത യദക ഫീ യദിഹി. ഓ നബിയേ, എങ്ങനെയാണ് ഈ ചങ്ങാതി ഒരു ശ്രദ്ധയില്ലാത്ത ആളാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് അധികം ചെയ്യാത്ത ആളാണ്, നല്ല നല്ല പരിപാടിയൊന്നും ചെയ്യാത്ത ആളാണ്, മോശക്കാരനാണ് ഞങ്ങളുടെ അറിവിൽ, തങ്ങളുടെ കയ്യിൽ ഇയാളുടെ കൈയിരിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് അറഫ്തു ദാലിക, എനിക്കറിയാം മോനെ അബ്ദുൽ വാഹിദേ, ഞാൻ അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ വന്നതാണ്, ഇയാളെ ഏറ്റെടുക്കാൻ വന്നതാണ്. അപ്പ ഞാൻ ചോദിച്ചു, അബ്ദുൽ വാഹിദ് എന്നവര് പറയാണ്, യാ റസൂലല്ലാഹ് ബിഅയ്യി വസീലത്തിൻ ബലഗ ഹാദാ മിൻക. ഓ നബിയേ, ഇബാദത്തിലൊന്നും ശ്രദ്ധയില്ലാതെ ഉഴന്ന് നടക്കുന്ന ഇയാള് തങ്ങളുടെ അടുക്കൽ ഇത്ര വലിയൊരു അംഗീകാരം കിട്ടാനുള്ള കാരണം എന്താണ്? ഉമ്മമാരെ ആലോചിക്കണം, സഹോദരന്മാരെ, ഇത് കേട്ടുപോകാൻ മാത്രമുള്ളതല്ല, പെങ്ങന്മാരെ ഇത് ശ്രവിച്ചു തീർക്കാനുള്ളതല്ല, നമുക്ക് പകർത്തിയെടുക്കാനുള്ള ചില സന്ദേശങ്ങളാണ്. ചോദിക്കുന്നു, അല്ല എന്തേ ഹബീബേ, ഇയാൾ ഇത്രയും വലിയ ശ്രദ്ധയില്ലാത്ത ആളാഞ്ഞിട്ട് പോലും ഇയാളെ എന്തിനാണ് അവിടുന്ന് ഏറ്റെടുക്കുന്നത് യാ റസൂലല്ലാഹ്? ഉടനെ അവിടുന്ന് പറയുകയാണ്, ബികസറത്തി സ്വലാത്തി അലയ്യ ഇന്നഹു ഫീ കുല്ലി ലൈലത്തിൻ യഅ്വി ഇലാ ഫിറാശിഹി യുസല്ലി അലയ്യ അൽഫ മർറ. ഇയാൾ
അയാൾ ആരാധനയിൽ അല്പം അശ്രദ്ധനാണെങ്കിലും എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് 1000 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇയാൾ കിടക്കാറുള്ളത്. ഓ അബ്ദുൽ വാഹിദേ വഇന്നി ലഅർജു അൻ യഖ്ബല അല്ലാഹു തആല ശഫാഅതി ഫീഹി. അപ്പോൾ അല്ലാഹു തആല ഇയാൾക്ക് വേണ്ടിയുള്ള എന്റെ ശുപാർശ, ഇയാൾ സ്വലാത്ത് ചൊല്ലുന്ന ആളായതുകൊണ്ട്, സ്വലാത്ത് നിലനിർത്തുന്ന ആളായതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് വിചാരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്കിതൊന്ന് പറഞ്ഞു തീർത്തിട്ട് 2-3 സ്വലാത്ത് ചൊല്ലാം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആരക്കാം. ഇത് ഹബീബിന്റെ സമ്മാനം സ്വീകരിക്കേണ്ട മജ്ലിസാണ്. പറയുന്ന ആള് ഞാനാണെങ്കിലും വിഷയം ഹബീബാണ്. എന്റെ മോശം വിഷയത്തിനെ ബാധിക്കില്ല. അതുകൊണ്ട് ഹബീബിന്റെ പ്രസാദം സ്വീകരിക്കാൻ കൊതിച്ചു നിൽക്കുന്നവരാകണം. വന്നതിവിടെ ആരെയും കാണാനല്ല, ഹബീബിനെ കേൾക്കാനാണ്. പിന്നീട് കിടക്കുമ്പോ ഹബീബിനെ കാണാനുമാണ്. അപ്പോൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് എന്നവർ പറയുന്നു, നസമാത്തുൽ അസ്ഹാരി ഫീ മനാഖിബി വകറാമാത്തിൽ ഔലിയാഇൽ ഖിയാർ എന്ന ഗ്രന്ഥം, അതില്ലതാ പറയുകയാണ്, ഞാൻ എങ്ങനെ ഇരുന്നു, ഫലമ്മാ അസ്ബഹതു ഇദാ അന ബിദാലികൽ ജാർ, രാവിലെ ആയപ്പോഴുണ്ടായ അയൽവാസി, وقد دخل المسجد باكيا وكنت في ذكر ما رأيت له وقصه على أصحابي. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്റെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കരഞ്ഞുകൊണ്ട അയൽവാസി കയറി വന്നു. ഫലമ്മാ ദഖല വസല്ലമ വജലസ ബൈന യദൈഹി, അതാ വണന്ന് സലാം പറഞ്ഞിട്ട് വന്നങ്ങിരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുൽ വാഹിദ്, ഓ അബ്ദുൽ വാഹിദേ, മുദ്ദ യദക ഫഖുൽ ഫഖദ് അർസലനീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയതൂബ അലാ യദൈക. നിങ്ങളുടെ കൈപിടിച്ച് തൗബ ചെയ്യാൻ എന്നെ നബി തങ്ങൾ അയച്ചതാണ്. നിങ്ങളുടെ കൈപിടിച്ച് തൗബ ചെയ്യാൻ എന്നെ ഹബീബ് അയച്ചതാണ്. നിങ്ങളുടെ കൈപിടിച്ച് തൗബ ചെയ്യാൻ എന്റെ ഹബീബ് എന്നെ അയച്ചതാണ്. وذكر لي ما جرى بينك وبينه في هذه الليلة في شأني. അങ്ങനെ അതാ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം തൗബ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മോനെ സംഭവം? അപ്പോൾ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഹബീബ് വന്നെന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, നീ ചൊല്ലുന്ന സ്വലാത്ത്, അത് കാരണമായി നിന്നെ ഞാൻ അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ പോവുകയാണ്. അപ്പ ഞാൻ ഹബീബിന്റെ കൂടെ അങ്ങ് നടന്നങ്ങ് പോയപ്പോ ഹബീബ് പറഞ്ഞു, നീ നന്നാകണം, നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാൻ പോവുകയാണ്. ഇദാ അസ്ബഹത ഫഅതി അബ്ദുൽ വാഹിദ് വതുബ് അലാ യദൈഹി വസ്തഖിം. മോനെ, രാവിലെ ആയാൽ അബ്ദുൽ വാഹിദ് എന്നവരുടെ അടുക്കൽ ചെല്ലണം, അടുത്തുള്ള പണ്ഡിതനാണ്. എന്നിട്ടോ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൗബ ചെയ്തിട്ട് നേരെ ചൊവ്വേ മാന്യമായി ജീവിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഹബീബ് എന്നെ ഇവിടെ എത്തിച്ചതാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് കൊണ്ട് ഇവിടെ എത്തിയതാണ് ഞാൻ. ഉമ്മമാരെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ഉപ്പമാരെ സ്വലാത്ത് അധികരിപ്പിക്കണം.
ചെറുപ്പക്കാരെ സ്വലാത്ത് കൂടുതൽ ചെല്ലണം. എന്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യട്ടെ, സ്വലാത്ത് നന്നായി അധികരിപ്പിച്ച് അതുവഴി ഹബീബിലേക്ക് ലയിച്ച് അവസാനം ആ ഹബീബിനെ കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിന്റെ ജിവാറിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ഹബീബായ നബി തങ്ങളെ കുറിച്ച് പഠിക്കണം. നമുക്കൊരു വിവരവും ഹബീബിനെ കുറിച്ചില്ല. സമയം ചെലവഴിക്കണം ഹബീബിനെ വായിക്കാൻ. എന്തൊരു രസമായിരിക്കുമല്ലോ ഹബീബിനെ അറിയൽ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ കുറെ സ്വലാത്ത് ചെല്ലുന്നവരായാലും നാളെ പരലോകത്ത് ചെല്ലുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരില്ല, ബിലാൽ തങ്ങൾ മാറിത്തരില്ല. ഒന്ന് വെള്ളം കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ റബീഅ റളിയല്ലാഹു അൻഹു മാറിത്തരില്ല. ഒന്ന് ചെരുപ്പെടുത്ത് വെച്ച് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരില്ല. ഒന്ന് ഹബീബിന്റെ മിസ്വാക്ക് എടുത്തു കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മാറിത്തരില്ല. ഒന്ന് കൂടെ ഒരു കാവൽക്കാരൻ നടക്കും പോലെ നടക്കട്ടെ എന്ന് ചോദിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മാറിത്തരില്ല. ഹബീബ് തുപ്പുന്ന തുപ്പലൊന്ന് കയ്യിൽ വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ബിലാൽ തങ്ങൾ മാറിത്തരില്ല. ഹബീബുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മുആവിയ റളിയല്ലാഹു അൻഹു മാറിത്തരില്ല. എന്നാ ഹബീബിനെ കുറിച്ച് ഞാനൊന്ന് പാടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഹസ്സാൻ തങ്ങൾ മാറിത്തരില്ല. ഹബീബിന്റെ മദ്ഹൊന്ന് ചൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ ഇമാം ബൂസീരി മാറിത്തരില്ല. എനിക്കും നിങ്ങൾക്കും ഹബീബിലടുക്കാൻ ഒന്നുമില്ല, ഒരൊറ്റ ഒന്നേ ഉള്ളൂ, സ്വലാത്ത് കൊണ്ട്, ഹബീബിന്റെ ഔദാര്യം കൊണ്ട്. അവരെല്ലാം പോകുമ്പോ സ്വഹാബികളാരും മാറിത്തരില്ല. കാദൂ യഖ്തതിലൂന ഫീ വുളൂഇഹി, വുളൂ എടുക്കുന്ന വെള്ളം കിട്ടിയവർക്ക് കൊടുത്ത്, കിട്ടാത്തവര് നനവ് തട്ടിയെടുത്ത്, അതും കിട്ടാത്തവര് കൈപിടിച്ച് ചുംബിച്ച്, അങ്ങനെയുള്ള സ്വഹാബത്തുണ്ടോ? മാറിത്തരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ നിൽക്കുന്നത് ഉപകാരപ്പെടണം. ആഖിറത്തിൽ ഹബീബിന്റെ ജിവാറിലെത്തണം. അവിടുത്തെ ചെരുപ്പിന്റെ കീഴിൽ ഒരു മണൽ തരിയാകണം. ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ വഴിയിലൊന്ന് കിടക്കണം. ഹബീബ് കണ്ടാൽ കാലുകൊണ്ടൊരു തട്ട് തരും. ഹബീബ് പിന്നോട്ട് തട്ടില്ല, ഔദാര്യമാണ്. ഹബീബ് മുന്നോട്ട് തട്ടിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിന്നോട്ട് തട്ടൂല. അതങ്ങനെയാണ്. അങ്ങനെ എല്ലാ ആളുകളും തട്ടി അവസാനം ഉമറുൽ ഖാലി തങ്ങളൊക്കെ അങ്ങ് കടക്കുമ്പോഴെങ്കിലും കൊച്ചുതങ്ങളുപ്പാപ്പയെ പോലെയുള്ള മഹാന്മാര് കടക്കുമ്പോഴെങ്കിലും അവരുടെ കാലുകൊണ്ടൊരു തട്ട് കിട്ടിയിട്ട് അകത്ത് കടന്നു കിട്ടിയാൽ, അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഹബീബിനോടുള്ള ഇഷ്ഖ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ഹബീബിനെ കാണിച്ചു തരണം റഹ്മാനേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശരിയായ പ്രിയം തരണം റഹ്മാനേ. ആ പ്രിയത്തിലായി ജീവിപ്പിക്കണം റഹ്മാനേ. അതിലായി മരിപ്പിക്കണം റഹ്മാനേ. മൗലായ സ്വല്ലി വസല്ലം الخلق كلهم يا أكرم الخلق ما لي من ألوذ به سواك عند حلول للحادث اللميم مولاي صل وسلم دائما أبدا على حبيبك خير
الخلق كلهم